KBFC ഇനി ഏതെങ്കിലും ഫോറിൻ പ്ലെയറെ സൈൻ ചെയ്ത ആ പ്ലെയറുടെ മേലെ ഹോപ്പോ അല്ലെങ്കിൽ ഡിസപ്പോയിൻമെന്റോ അങ്ങനെയൊന്നും ഇന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അത് നമ്മൾ ഇനിയും ഫോറിൻ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നുള്ള ശുഭാപ്തി വിശ്വാസം കൊണ്ട് പറഞ്ഞതൊന്നും അല്ലെങ്കിലും ലെറ്റ്സ് വെൽക്കം കെവിൻ യോക്ക്. നമ്മൾ വീണ്ടും ഒരു ഫോറിൻ അറ്റാക്കറെ, ഒരു ഫ്രഞ്ച് പ്ലെയറെ സൈൻ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓൾമോസ്റ്റ് ആളുടെ എൻറ്റയർ കരിയർ ഗ്രീസിലെ സെക്കൻഡ് ടയറിൽ കളിച്ചിട്ടുള്ള 29 വയസ്സുള്ള ഒരു ലെഫ്റ്റ് വിങ്ങർ, അതാണ് നമ്മുടെ ന്യൂ പ്ലെയർ. ആൻഡ് ഞാൻ ഇപ്പൊ തന്നെ പറയാം, ആളുടെ സ്റ്റാറ്റ്സ് കാണുമ്പോൾ ഒരു മെനൊന്നുമില്ല, ഓക്കെ. പക്ഷേ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഡിസപ്പോയിന്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പ്ലെയറെ കണ്ടിട്ട് ഭയങ്കര പ്രതീക്ഷ വെച്ചിട്ടോ ഒരു കാര്യമില്ല, ഓക്കെ. നമ്മുടെ ക്ലബിന്റെ, ലീഗിന്റെ, ഇന്ത്യയിലെ ഫുട്ബോളിന്റെ സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, ഓക്കെ. ഇവർ നമ്മളെല്ലാവരെയും സർപ്രൈസ് ചെയ്യിക്കട്ടെ, നമ്മുടെ എന്താ പറയുക ജഡ്ജ്മെന്റിനെല്ലാം തെറ്റിക്കട്ടെ. അങ്ങനെ വിശ്വസിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഈ ഒരു സൈനിങ് കാരണം KBFC ഫാൻസ് യൂട്യൂബിൽ ആളുടെ പേരടിക്കുന്ന അറിഞ്ഞുകൊണ്ടിട്ട ഒരു ഹൈലൈറ്റ് റീല് ഞാൻ കണ്ടു, ഒരു ഹൈലൈറ്റ് വീഡിയോ ഞാൻ കണ്ടു ആളുടെ. ആൻഡ് അത് കണ്ടപ്പോൾ കുറച്ച് പേസ് ഒക്കെ ഉള്ള, കുറച്ച് ടെക്കി ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. അതുകൊണ്ട് ഞാൻ ഹൈപ്പ് വെക്കണമെന്നില്ല, എന്നാലും ചെറിയൊരു ഹോപ്പ് ഇല്ലാതില്ല. വേറെ ഇപ്പം എന്താ, ഈ ഒരു പ്ലെയർ PSG B ടീമിനോടൊപ്പം 1-2 വർഷം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇൻഫർമേഷൻ വെച്ച് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. എനിവേ, ഇനി നമ്മൾ ആക്ച്വലി സംസാരിക്കേണ്ട ഒരു ടോപ്പിക് എന്താണെന്നറിയോ? ISLന്റെ ഈ ഒരു സീസണിലെ കോമ്പറ്റിറ്റീവ്നെസ്സിനെ കുറിച്ചിട്ടാണ്. കാരണം ഈ ഒരു ലീഗിലെ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഹയർ കാലിബർ ഉള്ള പെർഫോം ചെയ്യുന്ന ഫോറിൻ പ്ലേയേഴ്സ് ഒക്കെ മറ്റുള്ള ലീഗ്സിലേക്കൊക്കെ ആയിട്ട് ലോണിലാണെങ്കിലും പെർമനന്റ് ഡീലിലാണെങ്കിലും ഒക്കെ ആയി പോയിട്ടുണ്ട്. നമുക്ക് KBFCയുടെ കാര്യം എടുത്താൽ തന്നെ അറിയാം, അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള ക്ലബ്സും, എക്സെപ്റ്റ് ഓഫ് കോഴ്സ് മോഹൻകുമാർ സൂപ്പർ ജയൻസ്. ഓരെ ഇതൊന്നും ബാധിക്കണില്ല എന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഓക്കെ, ഈ ഒരു പോക്കാണെന്നുണ്ടെങ്കിൽ കുറേ അധികം സൈനിങ്സ് KBFC ആണെങ്കിലും ബാക്കിയുള്ള ക്ലബ്സ് ആണെങ്കിലും നടത്താനുണ്ട്. മിക്ക ക്ലബ്സിലും കറന്റ്ലി 2 ഫോറിൻ പ്ലേയേഴ്സ് ഒക്കെ ഉള്ളൂ. ചില ക്ലബ്സിൽ ഫോറിൻ പ്ലേയേഴ്സ് തന്നെ അല്ല. അതുകൊണ്ട് തന്നെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മിനിമം 4 ഫോറിൻ പ്ലേയേഴ്സ് എങ്കിലും എല്ലാ ക്ലബ്സിലും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഹൈ പ്രൊഫൈൽഡ് അല്ലെങ്കിലും ഇപ്പൊ KBFC സൈൻ ചെയ്ത പ്ലേയേഴ്സിനെ പോലെ തന്നെ ഈ ഒരു സീസൺ തട്ടിമുട്ടിയിട്ടെങ്കിലും ഫിനിഷ് ആക്കാൻ കെലിപ്പുള്ള ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ്, ഒരു 6 മാസത്തെ കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ഈ സീസൺ എൻഡ് വരെയുള്ള കോൺട്രാക്റ്റ് ഒക്കെ കൊടുത്തിട്ട്, ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സീസണിനെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസൈഡിങ് ഫാക്ടർ എന്നുള്ളത് അവരുടെ എന്താ പറയാ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ, ഇന്ത്യൻ സ്ക്വാഡിന്റെ സ്ട്രെങ്താണ്. ആൻഡ് KBFC കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ KBFCയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വന്ന ആ ഒരു ട്രാൻസ്ഫർ ഡസ് നോട്ട് മേക്ക് സെൻസ്. പക്ഷേ ഐമനും അസറിനും അതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ. ബട്ട് എങ്കിൽ പോലും ഞാൻ എല്ലാ ടീമിന്റെയും സ്ക്വാഡ് ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് മര്യാദക്ക് കളിച്ചാൽ ഓക്കെ ഇപ്പോഴും ഒരു ചാൻസ് ഉണ്ട്. തട്ടിക്കൂട്ട് ലീഗാണ് എങ്കിൽ പോലും ഓക്കെ നമുക്ക് ട്രോഫി ഇങ്ങനെങ്കിലും അടിക്കാൻ പറ്റിയ ഒന്ന് അടിക്കി. ആകെയുള്ളൊരു പ്രശ്നം മോഹൻകുമാർ സൂപ്പർ ജയൻസും ബംഗളൂരു അങ്ങനെ കുറച്ച് ക്ലബ്സാ, അത് പിന്നെ അല്ലെങ്കിൽ ഉണ്ടല്ലോ. എനിവേ, ISLനെ പറ്റിയിട്ടും KBFCയെ പറ്റിയിട്ടും ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് വരുന്നുണ്ട് കേട്ടോ. പഴയ പോലൊന്നും അല്ലെങ്കിലും കുറച്ച് ഒരു പൊടിക്കുള്ള ഒരു എക്സൈറ്റ്മെന്റ്. അതുപോലെ തന്നെ നമ്മുടെ റിമൈനിങ് സൈനിങ്സിന്റെ കാര്യത്തിൽ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ബാക്കിയുള്ള ക്ലബ്സ് ആരൊക്കെ കൊണ്ടുവരും, എന്തൊക്കെ മൂവ്സ് നടത്തും എന്നുള്ള ആ ഒരു കാര്യം കാണാനും ഞാൻ എക്സൈറ്റഡാ. ചിലപ്പോൾ ഇനി ആരും ഒന്നും ചെയ്യൂല, ഞാൻ ഈ പറഞ്ഞതൊക്കെ വെറുതെ ആണ്. ഇങ്ങനെ ഒരു തട്ടിക്കുട്ടി ലീഗായിട്ട് തന്നെ പോവോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യുക. KBFC പ്ലീസ് ഓക്കെ, 2 more സൈനിങ്സ് അത് വേണം.